ഗൈസ്, വെൽക്കം ടു ഗോൾഡൻ ഫോർക്ക്. ഇന്നുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ്. ഞാനൊരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണേ. ഞാനിവിടെ ചെമ്മീനും വെളുത്തുള്ളിയും വെച്ചിട്ടാണ് അച്ചാറുണ്ടാക്കുന്നത്. ഞാനൊരു 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ട് വെക്കുക, 3/4 കപ്പ് ഗാർലിക്ക്, പിന്നെ ഒരു 10 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി എടുക്കുക. ഇനി ചൂടായ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ചെമ്മീനാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് പൊരിച്ച് കോരണം. അധികം റബ്ബർ പോലെ ആവണ്ട, ഇതുപോലെ ആയാലും മതിയാവും. ഇനി ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊരു പച്ചമണം മാറി ഒന്നൊരു കളർ മാറുമ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് എടുക്കാം. 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. ആ സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് തീ ഓണാക്കാം. ചെറിയ തീയിൽ മതിയാവും. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവ പൊടിച്ചതും കടുക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കായം കൂടി എല്ലാം ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിന് വേണ്ടുന്നവർ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ അച്ചാറിപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനെഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ചെമ്മീൻ ഗാർലിക് അച്ചാർ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.